അനന്തങ്കാട് അനന്തങ്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് മുരളി ഗോപിയെക്കുറിച്ച് പറയണം. മുരളി ഗോപി എഴുതുന്ന ഓരോ സ്ക്രിപ്റ്റും നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഈ കഥയും അത്തരത്തിലൊരു കഥയാണ് കേട്ടോ. 1980-90 കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങളുമായിട്ട് അനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞതും അറിയാത്തതായ പല കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെയും അപ്പോഴുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ ഫിലിം കഥ പറയുന്നത്. ഈ വിഷയം ഇങ്ങനെയാണ് കഥ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫിലിം ഇതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഗൂഗിളിലൂടെയൊക്കെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അതിലുപരി ഇതിൻ്റെ ട്രെയിലറും അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഫിലിമിൻ്റെ കൂടെയായിട്ട് ഇറങ്ങിയ ഫിലിമിൻ്റെ കൂടെയല്ല സോറി ട്രെയിലറിൻ്റെ കൂടെ ഇറങ്ങിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മുടെ മുരളി ഗോപിയുടെ ഒരു ക്ലിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. മുരളി ഗോപി ഒരു ചാനലിൽ നിന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്വാഗും അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കോരി തരിച്ചു എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഇത്തരത്തിലൊരു ഡയലോഗ് എഴുതാനും അതുപോലെ തന്നെ ആ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനൊക്കെ മുരളി ഗോപി തന്നെ വേണം മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ ദൃശ്യത്തിലായിക്കോട്ടെ, ഏത് ഫിലിം സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നില്ലേ, എനിക്ക് സഞ്ജയ് ദത്തിനെയൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് പോലെ ഒരു ഒരു ഭീകരത്വ നിഗൂഢത അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു പ്രത്യേക ഒരു പ്രസൻസിലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് തമിഴ് ഹീറോ ആയ ആര്യ വേഷമുണ്ട്, ആര്യൻ്റെ ഒരു വേഷമുണ്ട്. ആര്യയാണ് മെയിൻ ഒരു ഹീറോ ആയിട്ട് റൺ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. പിന്നെ ഈ ക്യാമറ വർക്കും ഈ ട്രെയിലർ കണ്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഇവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. വലിയ വലിയ സെറ്റുകൾ, അതുപോലെ തന്നെ ക്യാമറേൻ്റെ പല സൈഡിലെ ഷോട്ട്സ് കാര്യങ്ങളായിട്ട് ഒരു വേറൊരു തലത്തിലേക്ക് ഫിലിമിനെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. മുരളി ഗോപിയുടെ ഫിലിം ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണും. നിങ്ങളും തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. ഈ ഫിലിം കണ്ടതിന് ശേഷവും ഞാനിതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിലൂടെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, സി യു.